ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേ ബാക്ക് എപ്പിസോഡ് 3 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പാസ്റ്റ് സീനാണേ കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒരു ഡോളിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട പയ്യനാണെങ്കിൽ നിന്ന് കൂപ്പണൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു സൗണ്ട് അവൻ കേട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുവാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടറിനെ ആണെങ്കിൽ കുറച്ച് പേര് ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണേ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവനങ്ങ് തിരിഞ്ഞ് നടക്കാൻ പോവുകയാണേ. അപ്പോഴത്തേക്കും അവരാണെങ്കിൽ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഇപ്പം ഞങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇതെല്ലാം നിൻ്റെ കർമ്മയാണെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇത് കേൾക്കുന്നത് അവനാണെങ്കിൽ തിരിച്ചു വന്ന് നമ്മുടെ ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഫൈറ്റ് സീനാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പ്രസൻറ്റ് സീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ സണ്ണി ആണെങ്കിൽ അവൻ്റെ ഫോണിൽ ഇങ്ങനെ പറയാണ്, ആ പുതിയ പയ്യനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയണം, അതേപോലെ തന്നെ അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയമാണ് കേട്ടോ നമ്മുടെ സണ്ണിൻ്റെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നത്. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് സണ്ണിക്ക് മനസ്സിലായി അവിടെ ആരോ ഉണ്ടെന്നിങ്ങനെ മനസ്സിലായി. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ സണ്ണിനെ നോക്കാനായിട്ട് ഇങ്ങനെ സണ്ണിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ നടന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഡയറക്ടറാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ ഡയറക്ടറിനെ കണ്ടതും സണ്ണി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു ആരെങ്കിലും എൻ്റെ ഫോണിലെ സംസാരം ഒളിഞ്ഞു കേൾക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലേ തന്നെ നിൻ്റെ സംസാരം ഒളിഞ്ഞു കേൾക്കാൻ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുവാണ് ഡയറക്ടർ. അതുമാത്രമല്ല ഇപ്പോൾ വന്ന് ആ പുതിയ പയ്യനെ നീ ഒഴിവാക്കാൻ നോക്കുമല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. സണ്ണി പറയാണ്, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാതാണ്, ഞാൻ ജസ്റ്റ് ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തത് അത്രയേ ഉള്ളൂ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഡയറക്ടർ പറയുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കൊന്ന് സ്മോക്ക് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്നത് സണ്ണി പറയുകയാണ്, അന്ന് നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങൾക്കൊരു കമ്പനി തരാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഡയറക്ടർ ഇങ്ങനെ എടുത്ത് പറയുകയാണ്, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്നത് സണ്ണിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, നിനക്കിനി പുറത്ത് വരാൻ അവൻ പോയെന്ന് പറയുകയാണേ. അപ്പം ഇവൻ എന്തിനാണല്ലേ നിനക്കപ്പം റിവെഞ്ച് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഡയറക്ടർ. എന്നാൽ സണ്ണ് പറയുകയാണ്, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഡയറക്ടർ പറയുകയാണ്, നീ എന്താ വിചാരിക്കുന്നത്? നീ ഒരു ഓഡീഷൻ പാസ്സായപ്പോഴത്തേക്കും നീ ഭയങ്കര സ്കിൽഫുൾ ആണെന്നാണോ നീ വിചാരിക്കുന്നത്? നിനക്ക് അവനെപ്പോലെ ഒരാളോട് റിവെഞ്ച് ചെയ്യണമെങ്കിൽ നീ അവനേക്കാളും മുകളിലെത്തണം. അതിന് നിനക്കൊരു ബാക്കർ ആവശ്യമാണ്, നിനക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ സണ്ണ് പറയുകയാണ്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയുന്നതിന് കാരണം നിൻ്റെ മൈൻഡിൽ ഓൾറെഡി ഒരു ബാക്കർ ഉണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. അത് ഡയറക്ടർ ആർത്തർ ആണോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ മുമ്പ് സണ്ണിയും അവൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിച്ചത് ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ ഡയറക്ടർ ആർത്തറിനെ പറ്റിയിട്ട്. എന്നിട്ട് അവൻ പറയാണ്, നിനക്കെന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ അടുത്തുനിന്ന് വേണമെങ്കിൽ നീ എന്തായിരിക്കും തിരിച്ച് എനിക്ക് പേ ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോകുന്നതിന് മുമ്പേ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ആ സിഗരറ്റിൻ്റെ ബാക്കി പൈസ നീ മറക്കാതെ പേ ചെയ്യണമെന്നും കൂടെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിലാണെങ്കിൽ അവർ ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം സണ്ണിൻ്റെ അടുത്ത് മാനേജർ പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഓഡീഷനൊക്കെ പാസ്സായി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നാളെ എന്തായാലും നിൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് നീ നന്നായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മാനേജർ ഇങ്ങനെ ചോദിക്കുകയാണ്, ക്രിമിനൽ റെക്കോർഡൊന്നും ഇല്ലല്ലോ നിനക്കെന്നിങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ അത് കേൾക്കുന്നത് നമ്മുടെ സണ്ണാണെങ്കിൽ പറയും, ഒരു 3-4 പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പാവം നമ്മുടെ മാനേജർ ഇത് കേൾക്കുന്നതും ആളുടെ ജീവനൊന്ന് പോകും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മാനേജറാണെങ്കിൽ എണീറ്റ് വെളിയിൽ പോയിട്ട് തൻ്റെ ഡയറി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സണ്ണിനെ പറ്റിയിട്ട് ഓരോന്നിങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ. അവന് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യത്തില്ല, അതേ കണക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഇപ്പോൾ ഇതാ പോലീസ് സ്റ്റേഷനിലും കയറിയിട്ടുണ്ട് എന്നിങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല കൂളായിട്ട് അകത്തോട്ട് കയറി വരുന്നത്. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് അങ്ങ് ഫുഡ് കഴിക്കുവാണ്. അടുത്ത സീനിൽ നമ്മുടെ മാനേജറിനെയാണ് കാണിക്കുന്നത്. മാനേജറാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ. അപ്പോൾ സണ്ണിനെ കാണുമ്പോഴത്തേക്കും മാനേജറാണെങ്കിൽ ശരിക്കും ഷോക്കാവുകയാണ് കേട്ടോ. അവനാണെങ്കിൽ പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് കേട്ടോ കയറി വരുന്നത്. ഇത് പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഇപ്പോൾ ശരിക്കും നന്നായിട്ടുണ്ട്, ആ ഒരു പണ്ടത്തെ മെസ്സി ആയിട്ടുള്ള ആ ഹെയർ സ്റ്റൈലൊക്കെ മാറിയപ്പോഴത്തേക്കും ഇപ്പോൾ നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ബാ നമുക്ക് പോവാം, ഫോട്ടോഷൂട്ടിന് സമയമായെന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങുവാണ്. അങ്ങനെ അവർ ഇറങ്ങാനായിട്ട് പോകുമ്പോഴാണ് സ്കൈ ആണെങ്കിൽ ഓടിക്കിതച്ചിങ്ങനെ വരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഫോട്ടോഷൂട്ടിന്, അതുമാത്രമല്ല ഇന്ന് സണ്ണിൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടല്ലേ, ഞാനും വരുന്നുണ്ട്, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഡ്രീമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് മാനേജർ ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡിയായോ, ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വന്നയാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, അത് ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഇല്ല, അവരെല്ലാവരും പുറത്ത് വേറൊരു ഷൂട്ടിന് പോയേക്കുവാന്നൊക്കെ പറയുവാണ്. അപ്പം മാനേജർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണല്ലോ സണ്ണിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, അപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, ഇപ്പോൾ ഇവിടെ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഇല്ല, അവരെല്ലാവരും പുറത്തൊരു ഇവൻറ്റിന് വേണ്ടി പോയേക്കുവാന്ന് പറയുന്നുണ്ട്.
അങ്ങനെ മാനേജർ പറയുന്നുണ്ട് സണ്ണിൻ്റെ അടുത്ത്, സാരമില്ല, നമുക്ക് ഇന്ന് പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ, നമുക്ക് വേറൊരു ദിവസം വന്ന് നമ്മുടെ ഫോട്ടോഷൂട്ട് നടത്താം. ഇപ്പം നമുക്ക് തൽക്കാലം നിൻ്റെ ടീച്ചറിൻ്റെ അടുത്തോട്ട് പോകാം, അവിടെ ചെന്ന് നമുക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടീച്ചർ പറയുന്നത് സണ്ണിനെ അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം മാനേജർ ചോദിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, സണ്ണിപ്പോൾ ഒരു ട്രെയിനി അല്ലേ, അതുമാത്രമല്ല അവനാണെങ്കിൽ ഡ്രീമിൽ ഒരു കോൺട്രാക്റ്റ് പോലും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അവനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മാനേജർ ചോദിക്കുവാണ്, സ്കൈയും ഇവിടെ തന്നെയല്ലേ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്, പിന്നെ സണ്ണിന് മാത്രം എന്താ ഈ ഒരു പ്രശ്നം, ഇതൊന്നും ശരിയല്ലെന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന ടീച്ചറാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കെതിരെ മുകളിൽ കംപ്ലയിൻറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ മാനേജറിനെ പറ്റി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സണ്ണാണെങ്കിൽ അവിടെ നിൽപ്പുണ്ടേ. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ ഡയറക്ടർ പറഞ്ഞത്, നിനക്കൊരു ബാക്കർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നിനക്ക് എവിടെ എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഒരു കഫേയിലോട്ട് വരുവാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ മാനേജറാണെങ്കിൽ തൻ്റെ ദേഷ്യമെല്ലാം ഒരു ബഹളമായിട്ടങ്ങ് തീർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സ്കൈ പറയുന്നുണ്ട്, സണ്ണിയാണ് ഇതിനെല്ലാം കാരണം, സണ്ണി ശരിക്കും സണ്ണിനെ തന്നെ ടാർഗറ്റ് ചെയ്യാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മാനേജറാണെങ്കിൽ ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം സണ്ണാണെങ്കിൽ വാഷ്റൂമിലോട്ട് പോയിട്ട് ഒരാൾക്ക് കോൾ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡയറക്ടറിനാണ് കേട്ടോ കോൾ ചെയ്യുന്നത്. അപ്പോൾ സണ്ണ് പറയാം, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ തരികയെന്ന്, കാരണം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ തരുവാന്ന് പറയാണ്. അപ്പോൾ ഡയറക്ടർ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്, അതുകൊണ്ട് എനിക്കെന്ത് ബെനിഫിറ്റാണ് കിട്ടുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പോകെ സർപ്രൈസ് ചെയ്യുമെന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടർ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് മാനേജറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. മാനേജറാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ചത്താണെങ്കിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ വന്നിട്ട് ചോദിക്കുവാണ്, നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാനേജർ പറയുകയാണ്, അത് ഫക്കിനാണെന്ന് പറയുകയാണ്. അപ്പം സണ്ണ് പറയുന്നുണ്ട്, എന്നാൽ അയാൾ തന്നെ എൻ്റെ ഫോട്ടോസ് എല്ലാം എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മാനേജറാണെങ്കിൽ പറയുകയാണ്, നിനക്കെന്താ വട്ടുണ്ടോ, ഫക്കിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അവൻ, ഭയങ്കര വലിയ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസേ എടുക്കത്തുള്ളൂ, അല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒന്നും അവൻ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ മാനേജർ പറയുന്നുണ്ട്. അപ്പോൾ സണ്ണ് പറയുന്നുണ്ട്, ബാ നമുക്ക് ഇപ്പം തന്നെ അയാളെ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം മാനേജർ പറയുകയാണ്, അപ്പം ഫക്കിനെ ആര് കോൺടാക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണ് പറയുകയാണ്, അതൊക്കെ ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം മാനേജറാണെങ്കിൽ ഷോക്കായിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ പുറകിൽ ഏതെങ്കിലും ഇൻവെസ്റ്റർ എങ്ങാനും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതൊന്നും ശരിയാവത്തില്ല, അതൊക്കെ ഇപ്പോഴേ വിട്ടേക്കെന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സണ്ണ് പറയുകയാണ്, അയാളൊരു ഇൻവെസ്റ്ററൊന്നും അല്ല, അതേപോലെ അയാൾ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാൽ അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ബാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അവരാണെങ്കിൽ ഫക്കിൻ്റെ സ്റ്റുഡിയോയിലോട്ട് എത്തുവാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ശേഷം അവരാണെങ്കിൽ അന്തം വിട്ടിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നോക്കുന്നുണ്ട്, കാരണം അവിടെ അത്രയും സൂപ്പറാണേ. അങ്ങനെ മാനേജറാണെങ്കിൽ അവിടെ ചെന്ന ഉടനെ ഫക്കീലിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫക്കീലാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മാനേജർ പറയുകയാണത്, ഞാൻ കജോണാണ്, ഞങ്ങളിവിടെ വന്നത് സണ്ണിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നതും ഉടനെ നമ്മുടെ ഫക്കീം പറയാണ്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവൻ പറയാണ്, നിങ്ങളെന്താ വിചാരിച്ചേക്കുന്നത്, ഈ പ്ലേസ് എന്താണെന്ന്, നിങ്ങൾക്ക് ഇവിടെ നേരത്തെ വരണമെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻ്റ് ഒക്കെ മുൻകൂട്ടി എടുക്കണമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണ് പറയാണ്, അപ്പോയിൻമെൻ്റ് എടുത്താലും ഇല്ലെങ്കിലും എന്താ വ്യത്യാസം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ ഫോട്ടോസ് അല്ലേ നിങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ഇത് കേൾക്കുന്നതും ഫക്കിനാണെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും സണ്ണിൻ്റെ മേലിൽ. അങ്ങനെ അവൻ പറയും സണ്ണിൻ്റെ അടുത്ത്, നിൻ്റെ ഷർട്ടൊന്ന് അഴിക്കുക, എനിക്ക് നിൻ്റെ ബോഡിയൊക്കെ ഒന്ന് കാണണമെന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ ഷർട്ടൊക്കെ അഴിക്കും. ഷർട്ട് അഴിച്ചിട്ട് അവനാണെങ്കിൽ അവൻ്റെ പാൻസും കൂടെ അഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും മാനേജർ പറയും, വേണ്ട, നിൻ്റെ അടുത്ത് ഷർട്ട് മാത്രം അഴിക്കാനേ ഫക്കിൻ പറഞ്ഞോളൂ എന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ സണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ബോഡിയിലൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയും, നിൻ്റെ ഈ ലുക്സും നിൻ്റെ ബോഡിയും എല്ലാം കാണുമ്പോൾ നീ വെറും ഒരു ഓർഡിനറി ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നിൻ്റെ അടുത്തൊരു സ്പെഷ്യലായിട്ടൊന്നുമില്ല, നിനക്കാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സണ്ണ് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറിനെ നോക്കണമെന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്നത് നമ്മുടെ ഫക്കിനാണെങ്കിൽ സണ്ണിനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരി, ഞാൻ നിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം, എന്നാൽ അതിന് പകരമായിട്ട് നീ എൻ്റെ ഒരു ന്യൂഡ് മോഡലായിട്ട് ഇരിക്കണമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവനിത് കേട്ടിട്ട് അവനും പറയുന്നുണ്ട്, ആ ഓക്കെ, ഡീലെന്ന് പറയാണ് സണ്ണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ഈ ഡീലൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ മാനേജറും
സ്കൈയും. അങ്ങനെ മാനേജറാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് അറിയില്ലേ ന്യൂഡ് ഫോട്ടോഷൂട്ട് എന്താണെന്ന്? അതൊന്നും ശരിയാവത്തില്ല, അതൊക്കെ പിന്നീട് നിൻ്റെ ഫ്യൂച്ചറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ പറ, അതൊന്നും പറ്റത്തില്ലെന്ന് പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സണ്ണ് പറയാണ് അതൊന്നും പ്രശ്നമില്ല എന്ന് പറയാണ്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, നീ നിൻ്റെ അന്ന് വിളിച്ച അയാളില്ലേ, അയാളുടെ അടുത്ത് പറ നിന്നെ ഒന്ന് ഈ ഒരു ഫോട്ടോഷൂട്ടിനൊന്ന് ഹെൽപ്പ് ചെയ്യാനെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സണ്ണ് പറയാണ് അയാളൊന്നും അല്ല ഇതിനൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് ഷോക്കായിട്ട് മാനേജർ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഇതൊക്കെ എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സണ്ണ് പറയുകയാണ്, എനിക്ക് നിങ്ങൾ പറഞ്ഞ വേർഡ്സിൽ വിശ്വാസമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഫക്കിൻ എൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കുമെന്ന്, അതുകൊണ്ട് താങ്ക് യു മാനേജർ എന്നൊക്കെ അവൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു പ്രൗഡായിട്ടുള്ളൊരു ഫീലിൽ നിൽക്കുകയാണ് കേട്ടോ മാനേജർ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫക്കിൻ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം അവിടെ ഇരിക്കുന്ന സ്കൈനെ കണ്ടിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൈയുടെ പേരിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് പല പല പേരുകളൊക്കെയാണ് കേട്ടോ പറയുന്നത്, സവായി, സബായ്, സ്മൈൽ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പേരുകൾ പറയുന്നുണ്ട്. അവസാനം സ്കൈ തന്നെ അവൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അതേ സ്കൈ എന്നും പറഞ്ഞ് എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് വന്ന് എൻ്റെ ഒരു മോഡലായിട്ടൊന്ന് നിൽക്കുക, എനിക്ക് എൻ്റെ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യണോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും മടിച്ചിട്ടാണെങ്കിലും അവൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. എന്നാലും ഫക്കിൻ പറയുന്നതൊക്കെ കേട്ടിട്ട് അവൻ കുറച്ച് നേരമൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ കൺട്രോൾ വിട്ട് അവനാണെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. നമ്മുടെ സണ്ണാണെങ്കിൽ റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ സണ്ണിനെ കാണുന്നത് നമ്മുടെ ഫക്കിൻ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ റെഡിയാണോ, ഫോട്ടോഷൂട്ടിന് റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആദ്യമേ അതത്ര നന്നായിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. അവനാണെങ്കിൽ എങ്ങനെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ല. അപ്പം നമ്മുടെ ഫക്കിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ മോഡലായിട്ടൊന്നും നിന്നിട്ടൊന്നും ഇല്ലേ, ഇങ്ങനെയാണോ പോസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഫക്കിൻ പറയാണ്, നിൻ്റെ പോസൊന്നും നാച്ചുറൽ അല്ല, നിൻ്റെ ഫേസിൽ യാതൊരു ഇമോഷനും ഇല്ല, ഇവനെപ്പോലെ ഒരാൾ എങ്ങനെ ഒരു ആക്ടർ ആവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ നിനക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നിനക്ക് ക്യാമറയൊന്നും യാതൊരു പ്രശ്നവുമില്ല, അതേപോലെ നിനക്ക് ഒന്നിനെയും പേടിയില്ല എന്നൊക്കെ അവൻ പറയാണ്. എന്നിട്ട് ഫക്കിൻ ചോദിക്കുകയാണ്, നിനക്ക് ഏതെങ്കിലും ലവറോ അല്ലെങ്കിൽ ഫാമിലിയോ സിബ്ലിങ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ആരും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവന് മനസ്സിലായി, നിൻ്റെ ലൈഫിൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങൾ നീ നേരിട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോസസിനെ പറ്റി നീ ചിന്തിക്കുക, നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ പോയ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് നീ ചിന്തിക്കാൻ പറയാണ്. അങ്ങനെ സണ്ണാണെങ്കിൽ അവൻ്റെ ആ ഒരു പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് അവൻ നന്നായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ലുക്ക് കണ്ടിട്ട് നമ്മുടെ ഫക്കിൻ പറയുകയാണ്, അതെ എനിക്ക് ഈ ഒരു ലുക്കാണ്, ഈ ഒരു ഇമോഷനാണ് നിൻ്റെ ഫേസിൽ നിന്ന് വേണ്ടതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാവം നമ്മുടെ സണ്ണാണെങ്കിൽ ശരിക്കും ഇമോഷണൽ ആവുകയാണ് കേട്ടോ. അവൻ്റെ ലൈഫിൽ അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അനിയനെ ഓർത്തും അതേപോലെ തന്നെ അവൻ്റെ അമ്മേനെ ഓർത്തും ഒക്കെ അവൻ ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും ഫക്കിനാണെങ്കിൽ അവരുടെ ഡീലിനെ പറ്റിയിട്ട് സണ്ണിനോട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാനേജറൊക്കെ ഇപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സൺ നീ ശരിക്കും ലക്കിയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ. അതേസമയമാണ് ബോസ് ആണെങ്കിൽ മാനേജറിനെ വിളിച്ച് മാനേജറിനെതിരെ കിട്ടിയ കംപ്ലയിൻറ്റിനെ പറ്റി പറയുന്നത്. അത് വേറെ ആരുമല്ല കൊടുത്തേക്കുന്നത്, ആ ടീച്ചറാണ് കൊടുത്തേക്കുന്നത്. അവരുടെ സ്കൂളിൽ ചെന്നിട്ട് മാനേജറാണെങ്കിൽ ഷൗട്ട് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെയാണ് കംപ്ലയിൻറ്റ് പോയേക്കുന്നത്. അപ്പം മാനേജർ പറയുന്നുണ്ട്, അതങ്ങനൊന്നും അല്ല, അവരുടെ ഭാഗം മാത്രം കേൾക്കാതെ സാറ് എൻ്റെ സൈഡും കൂടെ ഒന്ന് കേൾക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബോസ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലയിൻറ്റ് അപ്പർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് വരെ പോയേക്കുവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാനേജറാണെങ്കിൽ ബോസിൻ്റെ അടുത്ത് നിന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത സണ്ണിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ട് മാറിയതും അവസാന സമയമായപ്പോഴത്തേക്കും സണ്ണിയുടെ ഈവൻറ്റിന് വേണ്ടിയിട്ട് മാറിയതും അതേപോലെ ടീച്ചറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ സണ്ണിനെ എടുക്കാത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബോസിനോട് പറയുന്നുണ്ട്. എന്നാൽ ബോസ് പറയുന്നത്, ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ആ ഒരു കംപ്ലയിൻറ്റ് അവരുടെ അപ്പർ മാനേജ്മെൻറ്റിൽ വരെ എത്തിയേക്കുക, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരിക്കും എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ മാനേജറാണെങ്കിൽ സണ്ണിനെ വിളിക്കുകയാണ്. അപ്പോൾ സണ്ണിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ സണ്ണിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ട് മുടങ്ങിപ്പോയതും അതേപോലെ തന്നെ മാനേജറിനെതിരെ ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയാണ്. ആ മാനേജറാണെങ്കിൽ സണ്ണിയോട് താങ്ക്സ് ആണേ പറയുന്നത്. കാരണം സണ്ണി ചെയ്ത ആ ഒരു കാര്യം കൊണ്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫക്കിൻ തന്നെ സണ്ണിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ട് എടുത്തത്. ഫക്കിനാണെങ്കിൽ നമ്മുടെ സണ്ണിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും സണ്ണിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ കള്ളം പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയാണ്, കുറച്ച് ആഴ്ച കൂടെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, അപ്പം നിനക്ക് തന്നെ മനസ്സിലാവും, ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവും എന്ന് പറയാണ്.
അങ്ങനെ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാതെ നമ്മുടെ ബോസും പറയുന്നുണ്ട്, നീ ഇത്രയും വലിയ കള്ളമൊന്നും സണ്ണിയുടെ അടുത്ത് പറയണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കള്ളമല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞങ്ങളിപ്പോൾ തന്നെ സണ്ണിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, വേണമെങ്കിൽ ഞാൻ പ്രൂഫ് തരാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ ഫോണിലെടുത്ത് ആ ഒരു ഫോട്ടോസ് എല്ലാം ബോസിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ശരിക്കും ഷോക്കാവുകയാണ് കേട്ടോ ബോസ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫക്കിങ് ശരിക്കും ഈ പയ്യൻ്റെ ഫോട്ടോസൊക്കെ എടുത്തോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും മാനേജർ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ബോസ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ബോസ് ഇനിയും സമ്മതിക്കരുത് സണ്ണിയാണെങ്കിൽ ഈ ചെറുക്കനെ ബുള്ളി ചെയ്യുന്നത്, പ്ലീസ് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അപ്പം അയാൾ സമ്മതിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സണ്ണാണെങ്കിൽ അവനെ വിളിച്ച് ചോദിച്ച കാര്യം ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. കാരണം ഇവൻ വലിയ ആളാണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ മാനേജറിനെ തന്നെ വിളിച്ചൊന്ന് വഴക്ക് പറയാനായിട്ട് ഇവനാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ സണ്ണ് ചോദിക്കുകയാണ്, ആരാ മാനേജറിനെ വിളിച്ചിങ്ങനെ വഴക്ക് പറയാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പം ബോസ് പറയുന്നുണ്ട്, അത് ആരാന്ന് എനിക്കും അറിയത്തില്ല, എന്നാൽ അയാൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ശരിക്കും വലിയ ആൾ തന്നെയാണ് മിസ്റ്റർ ടു ബാഹത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതാരായിരിക്കും, നമ്മുടെ ഡയറക്ടർ തന്നെ അല്ലേ. അത് കഴിഞ്ഞ് സണ്ണാണെങ്കിൽ റോഡിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്കും അവൻ്റെ ഫോണിൽ ഒരു ലൊക്കേഷൻ വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് വരാനും പറയുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള ഗാർഡ്സ് ആണെങ്കിൽ ഇവനെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അവർ ചോദിക്കുന്നുണ്ട്, നീ ആരെ കാണാനാണ് വന്നത്, പറഞ്ഞാലേ നിനക്ക് അകത്ത് കയറാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ പേരറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും ഒരു ചെറുക്കനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ ക്ലൈൻ്റാണ് ഇവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ഇവന് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതാരാ അവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഡയറക്ടറാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അകത്തോട്ട് കയറി ഇവിടെ വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനും അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ ശരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇതിലൊരു പാർട്ട്ണറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അപ്പം ഇവിടുത്തെ പാർട്ട്ണറാണോ, അപ്പം നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുവാണ്. എന്നാൽ ഡയറക്ടർ തിരിച്ചു ചോദിക്കുന്നത്, നിൻ്റെ പേരെന്താണ്, അതോ നിനക്ക് ഞാനിട്ട പേര് ശരിക്കും നിനക്ക് ഇഷ്ടമായോ മിസ്റ്റർ ടു ബാത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കളിയാക്കി. അപ്പോൾ അവൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ, സണ്ണെന്ന്. അപ്പം തിരിച്ചാണെങ്കിൽ നമ്മുടെ ഡയറക്ടറും അവൻ്റെ പേര് പറയുന്നുണ്ട്, ജെ എന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡയറക്ടറിൻ്റെ പേര് അങ്ങനെ ഫൈനലി റിവീൽ ചെയ്തേക്കുവാണ്. അപ്പോൾ അവൻ്റെ പേര് ജെ എന്നാണേ. അങ്ങനെ ജെ ആണെങ്കിൽ എണീറ്റ് വന്നിട്ട് നമ്മുടെ സണ്ണിനോട് പറയാണ്, നിനക്ക് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ലോകത്ത് നിനക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് നീ എനിക്ക് തിരിച്ച് പേ ചെയ്തേ പറ്റത്തുള്ളൂ. നിൻ്റെ മാനേജറിനെ ഞാൻ വിളിച്ച് വഴക്ക് പറഞ്ഞില്ലേ, അതിനും കൂടെ ചേർത്ത് വേണം നീ എനിക്ക് പേ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ജെ ചോദിക്കുവാണ്, നീ റെഡിയല്ലേ എനിക്ക് പേ ചെയ്യാനെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ശരിക്കും എന്നെപ്പറ്റി എന്താ ഇമാജിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സണ്ണിനെ ആണെങ്കിൽ അങ്ങ് ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യുവാണ് കേട്ടോ ജെ. അങ്ങനെ ഒരു കിസ് സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പം ബാക്കി ഇനി എന്താവും നമുക്ക് വരും എപ്പിസോഡിൽ കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.